പത്തനംതിട്ട അടൂർ ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ ഫ്രീസർ പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായെന്ന് മരിച്ച ആളുടെ ബന്ധുക്കൾ പറയുന്നു. മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ, എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? സ്മൃതി, പത്തനംതിട്ട അടൂർ ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 40-കാരനായിട്ടുള്ള പ്രദീപ് പി അദ്ദേഹം ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് ഇന്നിപ്പോൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി ബന്ധുക്കൾ പോലീസൊക്കെ ഇടപെട്ടുകൊണ്ട് മൃതദേഹം ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മൃതദേഹം സ്വീകരിക്കുന്നതിനായിട്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തുന്നതിനായിട്ട് ബന്ധുക്കൾ എത്തിയപ്പോൾ മൃതദേഹം അത് അഴുകിയ നിലയിൽ കണ്ടെത്തിയെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പരാതിയായി വന്നിരിക്കുന്നത്. ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ മറ്റ് നാട്ടുകാരുമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മരിച്ച ആളുടെ സഹോദരൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു പരാതി എന്താണ് ഇക്കാര്യത്തിൽ? പരാതി നമുക്ക് ഇവിടെ തന്നെ അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് തരുക. നമുക്ക് ഇങ്ങോട്ട് ഈ പരിവാക്കി കളഞ്ഞവർ അവരെ ഫ്രീസർ കംപ്ലൈൻ്റ് ആക്കിയിട്ട് മൊത്തം ഉയർത്തൊരു പരിവാക്കി അവനാണെന്ന് നമ്മൾ പറയത്തില്ല, ആ രീതിയിലായി കളഞ്ഞവർ. ആശുപത്രി അധികൃതരോട് സംസാരിച്ചപ്പോൾ എന്താണ് അവർ പറയുന്നത്? ഇവിടെ പറ്റത്തില്ല, അവർ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കളാനാണ് പറയുന്നത്. അവരുടെ കുഴപ്പമില്ല, അവരുടെ ഫ്രീസർ നല്ലതാണെന്നൊക്കെ അവർ പറയുന്നത്. പക്ഷേ പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകുന്നത്.